വഴിക്കട പഞ്ചായത്തിലെ പര്യടന പരിപാടികൾ രാവിലെ നാരോക്കാവിൽ നിന്ന് ആരംഭിച്ചാണ് ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരത്തിനകം നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ കേന്ദ്രങ്ങളിലും ഇതുപോലെയുള്ള സ്വീകരണ പരിപാടികളിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഇടതുപക്ഷം ജയിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുമൊക്കെ ഇതിനോടകം ഈ പര്യടനത്തിന്റെ ഭാഗമായുള്ള നമ്മുടെ സഖാക്കൾ നിങ്ങളോട് വിശദീകരിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെല്ലാം ഒരുപാട് സമയമെടുത്തിനി ഇവിടെ പ്രസംഗിക്കേണ്ടതില്ല. അതുകൊണ്ട് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത് ഒരേ ഒരു കാര്യമാണ്. ഈ ഉപതെരഞ്ഞെടുപ്പ് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. ചിലർ ചിന്തിക്കുന്നുണ്ടാവും, ഇനി കുറച്ചു മാസം കഴിഞ്ഞാൽ നിയമസഭയിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് വരാൻ പോവാണ്, 8-10 മാസം കഴിഞ്ഞാൽ. അപ്പൊ അതുവരെയല്ലേ ഉള്ളൂ. അത് ശരിയാണെങ്കിലും ആ കാരണം കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമില്ലാത്തതാവില്ല. ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ നാടിനും ജനങ്ങൾക്കും ഗുണം ലഭിക്കുന്ന ചില പദ്ധതികൾക്ക് പൂർത്തിയാക്കാനൊന്നും പറ്റിയില്ലെങ്കിലും തുടക്കം കുറിക്കാനെങ്കിലും നമുക്ക് കഴിയും. ചില പുതിയ തുടക്കങ്ങൾക്കുള്ള സമയം കിട്ടും. എന്നാൽ അതുമാത്രമല്ല, മറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം, രാഷ്ട്രീയ പ്രാധാന്യം, വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നോടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ്. LDF ഗവൺമെന്റിന് ഒരു 3-ാം ഊഴം ലഭിക്കണം എന്ന ആഗ്രഹം നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ വളരെ ശക്തമാണ്. അതിന്റെ കാരണം നിലവിൽ നമ്മുടെ ഗവൺമെന്റ് ഈ നാട്ടിൽ നടപ്പാക്കിയിട്ടുള്ള ചില ജനക്ഷേമ പദ്ധതികളും വികസനവും ഞാനെല്ലാം വിശദീകരിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ പവർ കട്ടില്ല, ഇപ്പൊ പെൻഷൻ 1600 രൂപയുണ്ട്, സ്കൂളിൽ ക്ലാസ് മുറിയൊക്കെ സ്മാർട്ടായി, ആശുപത്രിയിൽ ഒരുപാട് സൗകര്യങ്ങൾ വന്നു, ലൈഫിൽ 5 ലക്ഷം പേർക്ക് വീട് കൊടുത്തു. ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിലെ വലിയ നേട്ടങ്ങളാണ്. ഇതെല്ലാം ഇനിയും ശക്തമായി തുടരണം എന്നാണ് ജനം ആഗ്രഹിക്കുന്നത്. പക്ഷെ വളരെ അത്ഭുതകരമായ ഒരു കാര്യം, ഇന്ന് രാവിലെ മാധ്യമപ്രവർത്തകർ എന്നോട് ചോദിച്ചത്, കോൺഗ്രസിന്റെ ഒരു മുതിർന്ന നേതാവ് പറഞ്ഞു എത്രയും ഈ ക്ഷേമ പെൻഷനൊക്കെ കൈക്കൂലി പോലെയാണ് എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര ഹൃദയശൂന്യമായ ഒരു പ്രസ്താവനയാണ്, എത്ര നിരുത്തരവാദപരമാണ്. കേരളത്തിൽ 60 ലക്ഷം മനുഷ്യർ ഈ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരായിട്ടുണ്ട്. ഞാനിപ്പോ ഈ ഉമ്മമാരെ കണ്ടപ്പോൾ അവർ എന്നോട് പറഞ്ഞത് തൊഴിലുറപ്പ് ജോലിക്കൊക്കെ പോകുന്നവരാണ്, അതുപോലെ പെൻഷൻ, ഈ 2 കാര്യമാണ് അവർ പറഞ്ഞത്. പെൻഷൻ വാങ്ങുന്നവരാരാണ് നമ്മുടെ നാട്ടിൽ? കോടീശ്വരന്മാരല്ല, സാധാരണക്കാരാണ്, പാവപ്പെട്ടവരാണ്. അങ്ങനെ 60 ലക്ഷം മനുഷ്യർ വാങ്ങുന്നുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ, അനാഥ പെൻഷൻ, അഗതി പെൻഷൻ, വിധവാ പെൻഷൻ, വികലാംഗ പെൻഷൻ, ഇങ്ങനെ ഒരുപാട് പെൻഷൻ. ഇങ്ങനെയുള്ള പെൻഷനുകളെല്ലാം വാങ്ങുന്ന 60 ലക്ഷം മലയാളികളെയാണ് കോൺഗ്രസിന്റെ നേതാവ് കൈക്കൂലിക്കാരാണ് എന്ന് ആക്ഷേപിക്കുന്ന വിധം സംസാരിച്ചിരിക്കുന്നത്. ഈ പെൻഷൻ വാങ്ങുന്നവരുടെ മനസ്സിൽ എത്ര സംഘർഷമുണ്ടാവും. എന്നാൽ ഇടതുപക്ഷത്തിന്റെ നയം അതല്ല. പെൻഷൻ എന്നത് ആരുടെ ഔദാര്യമല്ല, അവകാശമാണ്. അതാണ് ഇടതുപക്ഷത്തിന്റെ നയം. ഒരു നാട്ടിൽ പട്ടിണി കിടക്കുന്ന ഒരാളും ഉണ്ടാവരുത് എന്ന് ഒരു ഭരണാധികാരിക്ക് ചിന്തിക്കാൻ കഴിയുമ്പോഴാണ് ആ ഗവൺമെന്റ് നല്ലതാണ് എന്ന് പറയാനാവും. കേരളത്തിലെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് ഈ ഗവൺമെന്റിന്റെ കീഴിൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു കുടുംബം പോലും ഉണ്ടാവരുത് എന്നാണ്. അതുകൊണ്ടാണ് ഈ പെൻഷനൊക്കെ കൊടുക്കുന്നത്. നമ്മുടെ ആഗ്രഹം 1600 രൂപ ഇപ്പോഴത്തെ പെൻഷൻ കൂട്ടി ഒരു 2500 ആക്കണം എന്നതാണ് നമ്മുടെ ആഗ്രഹം. അതിനിപ്പോഴുള്ള ഏക തടസ്സം നമുക്ക് അർഹതപ്പെട്ട പണം തടഞ്ഞു വെച്ചിരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ പകപോക്കലാണ്, ആ അനീതിയാണ്. എങ്കിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ പെൻഷൻ അല്പമെങ്കിലും കൂട്ടണം എന്ന് തന്നെയാണ് ഗവൺമെന്റ് ഇപ്പോ തീരുമാനിച്ചിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വന്നത്, പെൻഷൻ കൂട്ടണം എന്നാഗ്രഹിക്കുന്ന LDF-ഉം ഈ പെൻഷൻ കൈക്കൂലിയാണ് എന്ന് ആക്ഷേപിക്കുന്ന UDF-ഉമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഇത് ജനങ്ങൾ തിരിച്ചറിയും എന്നതിൽ സംശയമൊന്നുമില്ല. പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ പെൻഷൻ വർദ്ധിപ്പിക്കാനാവണം, ഇനിയും ലൈഫിൽ വീടില്ലാത്ത മുഴുവൻ പേർക്കും വീട് കൊടുക്കാൻ കഴിയണം, മറ്റൊട്ടേറെ വികസന പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ നടക്കണം എന്ന്
ആഗ്രഹിക്കുന്ന ജനങ്ങളുടെ ആഗ്രഹം സഫലമാവണമെങ്കിൽ വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരണം. വീണ്ടും ഇടതുപക്ഷം അധികാരത്തിൽ വരുന്നതിന്റെ സൂചനയായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടത്. ഇതൊരു ടെസ്റ്റ് ഡോസാണ്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ഇവിടെ വിജയിച്ച് അധികാരത്തിൽ വിജയിക്കുന്നതോടെ ഒരു രാഷ്ട്രീയത്തിൽ പറയണമെങ്കിൽ നമ്മുടെ ശ്രീധന്മാരാണ്. അപ്പൊ പറഞ്ഞു വന്നത്, നമ്മുടെ നാട്ടിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം വിജയിക്കുന്നതോടെ വീണ്ടും LDF അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ ഉറപ്പായ ഒരു തീരുമാനം ഈ കേരളീയ സമൂഹത്തിന് ബോധ്യമായി വരും. അതുകൊണ്ടാണ് പറഞ്ഞത്, ഭാവി കേരളത്തെ നിർണയിക്കുന്നതായി നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് മാറും. അതിന് സഹായകരമായ വിധത്തിൽ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾ നേതൃത്വം കൊടുക്കണം എന്നാണ്. നിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രം പോരാ, നിങ്ങൾ വോട്ട് ചെയ്യുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. പക്ഷേ എല്ലാവരുടെയും വോട്ട് LDFന് അനുകൂലമായി നിങ്ങൾ അവരെ വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച് അത് ഉറപ്പുവരുത്തണം. നിങ്ങളുടെ സുഹൃത്തുക്കളോട്, കുടുംബാംഗങ്ങളോട്, ബന്ധുക്കളോട് എല്ലാവരോടും വോട്ട് അഭ്യർത്ഥിക്കണം. ആ കാറ് പോകാനൊന്ന് സഹായിച്ചു കൊടുക്കും. ആവട്ടെ. അപ്പോ ഇനിയുള്ള 2 ആഴ്ചക്കാലം നിങ്ങളുടെ ചുറ്റുവട്ടത്തുമുള്ള അയൽവക്കക്കാരും ബന്ധുമിത്രാദികളും എല്ലാമായിട്ടുള്ളവരോട് സ്നേഹപൂർവ്വം ഭാവി കേരളത്തെ കരുതി, നമ്മുടെ നാടിനെ കരുതി, നിലമ്പൂരിന്റെ ഭാവി വികസനത്തെ കരുതിയൊക്കെ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കാൻ ഞാൻ നിങ്ങളെ ചുമതലപ്പെടുത്തുന്നു. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതായി കണക്കാക്കണം. നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് ഒരുമിച്ച് വിജയിക്കാനാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീണ്ടും കാണാം. ഇവിടെ നിങ്ങൾ നൽകിയ സ്നേഹോഷ്മളമായ സ്വീകരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭിവാദനം.